എന്നും വയ്യ വയ്യ എന്ന് പറയുന്ന ഒരു കാരണവർ. അദ്ദേഹം മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. ആ ദിവസം ഏതാണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകുന്ന അന്നാണത്. ഡോക്ടറെ കണ്ടാൽ മതി, അസുഖമെല്ലാം മാറിയതുപോലെയാണ്. ഇത്തരം സംസാരങ്ങൾ മുൻ തലമുറയിലെ ആളുകളിൽ നിന്ന് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ കൂടെയുള്ളവർ. ഡോക്ടർ എന്നാൽ അവർക്ക് ശരീരത്തിന്റെ രോഗം മാറ്റുന്നവൻ മാത്രമല്ല, മാനസിക സൗഖ്യവും രോഗത്തെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അകറ്റി നിർത്തുന്നവർ കൂടിയാണ്. മുൻ തലമുറയിലെ ആരോഗ്യ വിദഗ്ധരും ഇത്തരം മനോഭാവം ഉള്ളവർ തന്നെയായിരുന്നു. മെഡിക്കൽ എത്തിക്സ് വിട്ട് കളിക്കാത്തവർ. രോഗികളും അവരുടെ ജീവന്റെയും വില അറിയുന്നവരാണവർ. പക്ഷെ കാലം മാറിയപ്പോൾ ആരോഗ്യരംഗം പണം കൊയ്യുന്ന വൻ ബിസിനസ്സായി മാറി. ആ വ്യവസായ ലോകത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട്. ഡോക്ടർ പഠനം തുടങ്ങുന്ന കാലം മുതൽ വൻ കച്ചവടമാണ് നടക്കുന്നത്. സ്വാശ്രയ കോളേജുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫീസ് 20 ലക്ഷത്തിൽ തുടങ്ങുന്നതാണ്. അവിടെയാണ് 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു ചോദ്യപേപ്പർ വിദ്യാർത്ഥി വാങ്ങുന്നത്. രാജ്യത്തിന് ലഭിക്കേണ്ട ഏറ്റവും മികച്ച ഡോക്ടർമാരെ കൂടി ഇല്ലാതാക്കപ്പെടുന്നു. ഒപ്പം പ്രവേശന പരീക്ഷ പാസ്സാവാൻ സാധിക്കാത്തവർ ചികിത്സകരായി എത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തു നോക്കൂ. പനിക്ക് പോലും ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പ്രവേശന പരീക്ഷയ്ക്ക് മുടക്കിയ പണം മുതൽ തിരിച്ചു പിടിക്കാൻ ഇക്കൂട്ടർ ഉപയോഗിക്കുന്നതും വൈദ്യശാസ്ത്ര രംഗം തന്നെയല്ലേ? ഇവിടെയാണ് കേവലം ഒരു പരീക്ഷ എന്ന വാദം അപ്രസക്തമാകുന്നത്. ഇനി എന്താണ് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടെന്ന് നോക്കാം. വിചിത്ര സംഭവങ്ങളുടെ ഒരു നിര തന്നെ അവിടെ കാണാം. ആകെ മാർക്ക് 720. അതിൽ 718, 719 മാർക്ക് നേടിയ കുറെ പേരുണ്ട്. ഒന്നാം റാങ്ക് നേടിയ 6 പേർ പരീക്ഷ എഴുതിയത് ഒരേ സെന്ററിൽ. ഈ 6 പേർക്കും സർനെയിം ഉണ്ടായിരുന്നില്ല. അതായത് കുടുംബ പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ല. പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പർ പല സെന്ററുകളിലും ഒരേ സമയം ചോർന്നു. എന്തായാലും പരീക്ഷാ ചോദ്യപേപ്പർ തലേ ദിവസം കിട്ടിയെന്ന വിവരം ഇപ്പോൾ ലോകത്തിനറിയാം. MBBSന് രാജ്യത്ത് ആകെ 1,08,940 സീറ്റുകളാണുള്ളത്. ഇതിനായി പരീക്ഷ എഴുതിയത് 23 ലക്ഷം വിദ്യാർത്ഥികളാണ്. അവരിൽ 13.16 ലക്ഷം വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വന്നു. കഴിഞ്ഞ തവണ 720-ൽ 600 മാർക്ക് വരെയായിരുന്നു പ്രവേശനം. എന്നാൽ ഇത്തവണ അത് 556 മാർക്കായി കുറച്ചു. അതും ജനറൽ കാറ്റഗറിയിൽ. ഏത് പൊട്ടനും മനസ്സിലാവുന്ന തട്ടിപ്പാണത്. അതാണ് അതിസൂക്ഷ്മമായി വിലയിരുത്തപ്പെട്ടതാണെന്ന വാദം ഉയർത്തി പരീക്ഷാ നടത്തിപ്പ് ഏജൻസി തള്ളിയത്. ചോദ്യക്കടലാസുകൾ ചോർന്നതായി ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നു വന്നു. ചോദ്യപേപ്പർ മാറ്റി നൽകിയ സംഭവം രാജസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. എത്ര അശ്രദ്ധമായും ഗൗരവമില്ലാതെയുമാണ് ഈ പരീക്ഷാ നടത്തിപ്പിന് ഏജൻസി നേതൃത്വം നൽകിയത് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അവ. എന്നു മാത്രമല്ല, ഹാളിനുള്ളിൽ ചോദ്യപേപ്പർ നൽകിയതിൽ വന്ന കാലതാമസം മൂലം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്ന പരാതിയും വ്യാപകമായിരുന്നു. ആ പ്രശ്നം ചൂണ്ടിക്കാട്ടി കേസ് ഫയൽ ചെയ്ത 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കാനാണ് തീരുമാനിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രധാനമായൊരു മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ എഴുതാനുള്ള സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ മറവിൽ കുറച്ചു പേർക്കെങ്കിലും ഉദാരമായി മാർക്ക് ദാനം നൽകാനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരുമ്പെട്ടത്. കൂടുതൽ പേർ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയത് അത്തരം ഒരു ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യത്തിലായിരുന്നു എന്ന വിചിത്ര ന്യായവും അവർ മുന്നോട്ട് വെച്ചു. ഇതുപോലൊരു പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് എന്ന വ്യവസ്ഥ തന്നെയില്ല. പക്ഷേ അതും കൃത്രിമങ്ങൾ അരങ്ങേറാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് കരുതേണ്ടി വരും. ഇത്ര ലാഘവത്തോടെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ പരീക്ഷാ നടത്തിപ്പ് കൈകാര്യം ചെയ്തത് എന്നത് ഇതിൽ നിന്ന് സുവ്യക്തമാണ്. മേൽപ്പറഞ്ഞ വസ്തുതകളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ പരീക്ഷാ ഫലത്തിന് അംഗീകാരം നൽകണമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജാഗ്രതയോടെ പഠിച്ച് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് യഥാർത്ഥത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അമ്മാനമാടുന്നത്. ഇനി ഇക്കൂട്ടർ പഠിച്ചിറങ്ങി വന്നിട്ട് ചികിത്സിക്കാൻ വരുന്ന കഥ ഒന്ന് ഓർത്തു നോക്കൂ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന തിരിച്ചടി.